പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന 8 സദ്യ വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സദ്യയ്ക്ക് രുചി കൂടാനുള്ള കുറച്ച് ടിപ്സും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് നേന്ത്രപ്പഴം കൊണ്ടുള്ള പുളിശ്ശേരിയാണ്. ഇതിനായിട്ട് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം ഉള്ളിലുള്ള അരിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കഷ്ണം നേന്ത്രപ്പഴം, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പം ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നീട് വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 10 സെക്കൻഡിന് ശേഷം ഇതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പൊന്ന് ചൂടായാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ശർക്കരപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 2 നുള്ള് ഉലുവാപ്പൊടിയാണ്. നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉലുവാപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ക്യാരറ്റ് പച്ചടിയാണ്. 2 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡിയാക്കാനായിട്ട്. ഇതിനായിട്ട് ഒരു കഷ്ണം ക്യാരറ്റ് ഞാൻ വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു പച്ചമുളകും പാകത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകും 2 വറ്റൽമുളകും, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 സെക്കൻഡ് വഴറ്റിയേ വേണ്ടു, അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരയ്ക്കുന്ന സമയത്ത് ചേർത്താൽ വല്ലാതെ അരഞ്ഞു പോയിട്ട് നമ്മുടെ പച്ചടിക്ക് കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഇതുപോലെ ചതച്ച് ചേർത്താൽ മതി. ഈ മിക്സ് ഒന്ന് ചൂടായാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ബീട്രൂട്ട് പച്ചടിയാണ്. ഇതും നമുക്ക് ഒരു 3 മിനിറ്റ് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ഒരു കഷ്ണം ബീട്രൂട്ട് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പ് ആദ്യം തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുക്കുകയാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുകയാണ്. ബീട്രൂട്ടിൻ്റെ ആ ചൊവ്വയൊന്ന് മാറിക്കിട്ടാനായിട്ട് ഇഞ്ചി ചേർക്കുന്നത് നന്നായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 സെക്കൻഡ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചതച്ചതും കൂടി ചേർക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് വെള്ളരിക്ക കിച്ചടിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. ആദ്യം അതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചതച്ച കടുകും കൂടി ചേർത്ത് കൊടുത്ത്
ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ അരപ്പം ഒന്ന് ചൂടായാൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചടികൾക്കും കിച്ചടിക്കുമുള്ള അരപ്പ് ഒന്നിച്ച് തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം ക്യാരറ്റ് പച്ചടിക്കും കിച്ചടിക്കും ഉള്ളത് മാറ്റി വെച്ച് ബാക്കിയുള്ള അരപ്പിലൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് ബീറ്റ്റൂട്ട് പച്ചടിക്കായിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം തുടച്ചെടുത്തതാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം വെക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ സമയം വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം ഇതാ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇത് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് ഈ അച്ചാറിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണ നല്ല ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എളുപ്പത്തിലൊരു ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം തൈര് കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ജീരകവും കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്കൊരു വറവിനായിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങയുടെ അരപ്പ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്? വെറും 3 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മധുര പച്ചടി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ 1 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് അരച്ചെടുക്കുമ്പോഴേക്കും 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ പാകത്തിന് വെള്ളമാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ മധുരമോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കടുക് ചതച്ചെടുത്തതാണ്. കടുക് ഞാൻ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കുന്നില്ല. തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്താൽ വല്ലാതെ അരഞ്ഞു പോയിട്ട് നമ്മുടെ പച്ചടിക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഈ തേങ്ങ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിള വന്നാൽ മതി കേട്ടോ. ഒരുപാടങ്ങ് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കടുക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മധുര പച്ചടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മധുര പച്ചടി ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് മധുര പച്ചടി. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഓലൻ തയ്യാറാക്കാം. ഇതും കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്ക കഷ്ണങ്ങളാണ്. അപ്പോൾ ഇതാ വൻപയർ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുതിർക്കാത്ത വൻപയറാണ്. കുക്കർ അടച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. തലേദിവസം കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ വൻപയർ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയുടെ കഷ്ണങ്ങളും കൂടി ചേർത്ത് ഞാൻ കുക്കർ അടച്ച് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് മതിയാവും. 1 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ്. വെള്ളരിക്ക കഷ്ണങ്ങൾ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ച് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓലന് നല്ല വെള്ള കളർ കിട്ടാനായിട്ട് വൻപയർ വെന്ത വെള്ളം ഒഴിവാക്കിയാൽ മതി. ഇത്രയും വിഭവങ്ങളുടെ റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വേറെ ഏതെങ്കിലും വിഭവത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.